ഒരു കോടീശ്വരനാകുന്നതിനു മുമ്പ് എങ്ങനെ ഒരു കോടീശ്വരനെപ്പോലെ ചിന്തിക്കാം? പണം നിങ്ങളുടെ കയ്യിൽ വരുന്നതിനു മുമ്പ്, ആദ്യത്തെ മുന്നേറ്റത്തിനു മുമ്പ്, സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിനു മുമ്പ്. ഇതെല്ലാം തുടങ്ങുന്നത് ഒരു ചിന്തയിൽ നിന്നാണ്. മരിക്കാൻ കൂട്ടാക്കാത്ത, ഇളക്കമില്ലാത്ത ഒരൊറ്റ ചിന്തയിൽ നിന്ന്. ഒരു കോടീശ്വരന്റെ മനസ്സിന്റെ വിത്ത് പാകുന്നത് ഒരു ബാങ്ക് അക്കൗണ്ടിലല്ല, അത് വിശ്വാസത്തിന്റെ തീച്ചുളയിൽ വാർത്തെടുത്തതാണ്. സ്കൂളിൽ പഠിപ്പിക്കാത്തൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾ പണത്തിന് പിന്നാലെ ഓടിയിട്ടല്ല കോടികളെ ആകർഷിക്കുന്നത്. പണത്തെ നിയന്ത്രിക്കാൻ കഴിവുള്ള വ്യക്തിയായി നിങ്ങൾ മാറുമ്പോഴാണ് അത് നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. സമ്പത്തിനൊരു മനഃശാസ്ത്രമുണ്ട്, വിജയത്തിനൊരു ശാസ്ത്രമുണ്ട്. ഒന്നുമില്ലായ്മയിൽ നിന്ന് കെട്ടിപ്പടുത്ത ഓരോ ഭാഗ്യത്തിനു പിന്നിലും ഒരു ആത്മാവുണ്ട്. നിങ്ങൾക്ക് സമ്പന്നനാകണോ? കാലങ്ങളോളം പ്രതിധ്വനിക്കുന്ന വിജയം വേണോ? എങ്കിൽ നിങ്ങളുടെ ആദ്യത്തെ ജോലി പണം ആവശ്യമുള്ള ഒരാളെപ്പോലെ ചിന്തിക്കുന്നത് നിർത്തി പണം സൃഷ്ടിക്കുന്ന ഒരാളെപ്പോലെ ചിന്തിച്ചു തുടങ്ങുക എന്നതാണ്. ഹെൻറി ഫോർഡ് ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾക്ക് കഴിയുമെന്ന് നിങ്ങൾ വിചാരിച്ചാലും കഴിയില്ല എന്ന് വിചാരിച്ചാലും നിങ്ങൾ പറഞ്ഞതാണ് ശരി. ഇത് നിങ്ങളുടെ അസ്ഥികളിൽ കത്തിപ്പടരട്ടെ. കാരണം അതൊരു വെറും ഉദ്ധരണിയല്ല, അതൊരു മുന്നറിയിപ്പാണ്. നിങ്ങളുടെ പ്രധാന ചിന്ത ഭയവും ഇല്ലായ്മയും സംശയവുമാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഉയരുകയില്ല. എന്നാൽ നിങ്ങളുടെ പ്രധാന ചിന്ത ദർശനവും ഉറപ്പും വിശ്വാസവും അടങ്ങാത്ത ഇച്ഛാശക്തിയുമാണെങ്കിൽ ദാരിദ്ര്യത്തിന്റെ കവാടങ്ങൾ പോലും നിങ്ങൾക്കായി തുറക്കപ്പെടും. കോടീശ്വരന്റെ മനസ്സ് അവസരത്തിനായി കാത്തിരിക്കുന്നില്ല, അത് അവസരങ്ങൾ സൃഷ്ടിക്കുന്നു. ശ്രദ്ധ, വ്യക്തത, അച്ചടക്കമുള്ള ഭാവന എന്നിവയിലൂടെ അത് യാഥാർത്ഥ്യത്തെ വളച്ചൊടിക്കുന്നു. വാൾട്ട് ഡിസ്നി ഒരു ചതുപ്പ് നിലത്തിൽ ഒരു സാമ്രാജ്യം മുഴുവൻ കണ്ടു. നിക്കോള ടെസ്ല സാധാരണ വീടുകളിൽ ബൾബ് എത്തുന്നതിനു മുമ്പേ വയർലെസ് ഊർജ്ജത്തിന്റെ ഒരു ലോകം കണ്ടു. അവർ കാത്തിരുന്നില്ല, അവർ വ്യത്യസ്തമായി ചിന്തിച്ചു, അവർ ഭ്രാന്തമായി വിശ്വസിച്ചു. അതെല്ലാം ഇതിനകം യാഥാർത്ഥ്യമായതുപോലെ അവർ പ്രവർത്തിച്ചു. നിങ്ങൾ അവിടെ നിന്ന് തുടങ്ങണം, മനസ്സിൽ നിന്ന്. കാരണം നിങ്ങളുടെ വിശ്വാസങ്ങൾക്ക് വിരുദ്ധമായ ഒരു ജീവിതം നിങ്ങൾക്ക് നയിക്കാൻ കഴിയില്ല. നിങ്ങളുടെ ഉള്ളിലെ ചൂട് സാധാരണ നിലയിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ ഒരു തന്ത്രവും ഒരു കഠിനാധ്വാനവും ഒരു ഇടപാടും നിലനിൽക്കില്ല. സമ്പത്തുള്ളിൽ നിന്നാണ് ആരംഭിക്കുന്നതെന്ന് നിങ്ങൾ അംഗീകരിക്കുന്ന നിമിഷം നിങ്ങളുടെ ജീവിതത്തെ നിശബ്ദമായി ഭരിച്ച ഉപബോധ മനസ്സിനെ നിങ്ങൾ റീപ്രോഗ്രാം ചെയ്യാൻ തുടങ്ങും. നിങ്ങളുടെ തലയ്ക്കുള്ളിലെ ആ ശബ്ദം, ഞാൻ തയ്യാറല്ല, ഞാൻ അത്ര പോരാ, എനിക്കിതൊരിക്കലും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്ന ആ ശബ്ദം, അത് നിങ്ങളല്ല. അത് മറ്റുള്ളവരുടെ ഭയങ്ങളാൽ വർഷങ്ങളായി നിങ്ങളിൽ സ്ഥാപിക്കപ്പെട്ട പരിമിതികളാണ്. എന്നാൽ സത്യം ഇതാണ്, നിങ്ങളുടെ മനസ്സിനെ പ്രോഗ്രാം ചെയ്യാൻ സാധിക്കും. ചരിത്രത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാർക്ക് ഇത് മനസ്സിലായിരുന്നു. 1960കളിൽ ഡോക്ടർ മാക്സ്വെൽ മോൾട്സ് വിപ്ലവകരമായ ഒരു കാര്യം കണ്ടെത്തി. രോഗികൾ അവരെക്കുറിച്ചുള്ള സ്വന്തം സങ്കല്പം, സെൽഫ് ഇമേജ് മാറ്റിയപ്പോൾ അവരുടെ ജീവിതവും മാറി. ആത്മവിശ്വാസം മാത്രമല്ല, വരുമാനം, ബന്ധങ്ങൾ, അവരുടെ യാഥാർത്ഥ്യം എല്ലാം മാറി. എന്തുകൊണ്ട്? കാരണം ഉപബോധ മനസ്സിന് സത്യമെന്താണെന്നതിൽ താൽപ്പര്യമില്ല. നിങ്ങൾ ആവർത്തിക്കുന്നത് എന്താണോ അതുമാത്രം അത് വിശ്വസിക്കുന്നു. ഞാൻ ദരിദ്രനാണ് എന്ന് എല്ലാ ദിവസവും പറയൂ, നിങ്ങളുടെ മനസ്സ് ആ ഭാവി കൃത്യതയോടെ നിർമ്മിക്കും. എന്നാൽ പറയൂ, ഞാൻ ശക്തനാണ്, ഞാൻ യോഗ്യനാണ്, ഞാൻ സമ്പത്ത് സൃഷ്ടിക്കുന്നവനാണ് എന്ന്. അപ്പോൾ നിങ്ങളുടെ മനസ്സ് അത് ഭൗതിക ലോകത്ത് യാഥാർത്ഥ്യമാക്കാൻ പ്രവർത്തിച്ചു തുടങ്ങും. അപ്പോൾ നിങ്ങൾ ദിവസവും നിങ്ങളോട് തന്നെ എന്താണ് പറയുന്നത്? നിങ്ങളുടെ മാനസിക ലോകത്ത് ആധിപത്യം സ്ഥാപിക്കാൻ നിങ്ങൾ അനുവദിക്കുന്ന ചിന്തകൾ ഏതൊക്കെയാണ്? കാരണം നിങ്ങൾ എന്തിലാണോ മുഴുകുന്നത്, ഒടുവിൽ നിങ്ങൾ അതിൽ ജീവിക്കും. നിങ്ങൾ നിങ്ങളുടെ മാനസിക കൊട്ടാരത്തിന്റെ ശില്പിയാകണം. ആദ്യം അവിടെ സമ്പത്ത് കെട്ടിപ്പടുക്കുക. നിങ്ങളുടെ സ്വപ്നഭവനത്തിലൂടെ മനസ്സിൽ നടക്കുക. നിങ്ങളുടെ ഭാവി ബിസിനസ് പങ്കാളികൾക്ക് കൈകൊടുക്കുക. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് $1 മില്യൺ വരുന്നതിന്റെ അനുഭവം അറിയുക. അവിടെ ജീവിക്കുക, അവിടെ ചിന്തിക്കുക. എന്നിട്ട് ആ ലോകത്തുനിന്ന് ഈ ലോകത്തേക്ക് മടങ്ങിവന്ന് പ്രവർത്തിക്കുക. മാനസികമായി ഇതിനകം തന്റെ ഭാവിയിൽ ജീവിക്കുന്ന പുരുഷനെയോ സ്ത്രീയെയോ ആണ് ലോകം കാത്തിരിക്കുന്നത്, അല്ലാതെ തെളിവിനായി കാത്തിരിക്കുന്നവരെയല്ല. തെളിവ് സാധാരണക്കാർക്കുള്ളതാണ്, വിശ്വാസം നേതാവിനുള്ളതാണ്. ഇനി ശ്രദ്ധിച്ചു കേൾക്കുക. ഉദ്ധരണികൾ വായിച്ചതുകൊണ്ട് നിങ്ങളൊരു കോടീശ്വരനെപ്പോലെ ചിന്തിക്കുകയില്ല. ഒരു നിയമസംഹിതയനുസരിച്ച് ജീവിക്കുമ്പോഴാണ് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നത്. ആ നിയമസംഹിത എഴുതപ്പെട്ടിരിക്കുന്നത് വ്യക്തതയിലാണ്. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് കൃത്യമായ വ്യക്തതയുണ്ടായിരിക്കണം. പ്രപഞ്ചത്തോട് വിജയം തരൂ എന്ന് നിങ്ങൾ ചോദിക്കരുത്, അത് അവ്യക്തമാണ്. ജീവിതത്തോട് കൂടുതൽ പണം തരൂ എന്ന് യാചിക്കരുത്, അത് ദാരിദ്ര്യത്തിന്റെ ചിന്തയാണ്. നിങ്ങളുടെ ജീവിതത്തോട് ഒരു രൂപം കൈവരിക്കാൻ നിങ്ങൾ കൽപ്പിക്കുന്നു. നിങ്ങളുടെ അക്കൗണ്ടിലെ നമ്പർ നിങ്ങൾ കാണുന്നു. നിങ്ങൾ നിർമ്മിക്കാൻ പോകുന്ന കമ്പനികളുടെ പേര് നിങ്ങൾ പറയുന്നു. നിങ്ങൾ ജീവിക്കാൻ പോകുന്ന ജീവിതശൈലി കൃത്യമായ വിശദാംശങ്ങളോടെ എഴുതിവെക്കുന്നു. വ്യക്തതയാണ് ഉപബോധ മനസ്സിന്റെ ഭാഷ. നിങ്ങൾ അവ്യക്തമായിരിക്കുമ്പോൾ നിങ്ങളുടെ ഫലങ്ങളും ചിതറിപ്പോകും. എന്നാൽ നിങ്ങൾ കൃത്യത പുലർത്തുമ്പോൾ ലോകം നിങ്ങൾക്കനുകൂലമായി പുനഃക്രമീകരിക്കപ്പെടും. ആൻഡ്രൂ കാർണിഗി വ്യക്തത ആവശ്യപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്കെന്താണ് വേണ്ടതെന്ന് നിങ്ങൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഒരിക്കലും ലഭിക്കില്ല. കാർണിഗി ആഗ്രഹങ്ങളിൽ സംസാരിച്ചില്ല, അദ്ദേഹം ഉറപ്പുകളിൽ സംസാരിച്ചു. പ്രപഞ്ചം ഒരു സാമ്രാജ്യം നൽകി അതിനോട് പ്രതികരിച്ചു.
സാധാരണ മനസ്സ് പറയും, എനിക്ക് വിജയിക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കോടീശ്വരന്റെ മനസ്സ് പറയും, അത് ഇതിനകം എന്റേതാണ്, ഇനി ഞാൻ പോയി അത് നേടിയെടുക്കണം. ആ ദർശനം മനസ്സിൽ കൊത്തിവെച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിന് ആളിക്കെത്തുന്ന ഒരു ലക്ഷ്യം നൽകണം. നിങ്ങൾക്കുവേണ്ടി മാത്രമല്ല, കാറുകൾക്കും വാച്ചുകൾക്കും അവധിക്കാലത്തിനും വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ ആത്മാവിനെ ജ്വലിപ്പിക്കുന്ന ഒന്നിനുവേണ്ടി. കോടീശ്വരന്മാർ പദവിക്കുവേണ്ടിയല്ല ഉയരുന്നത്, അവർ സ്വാധീനത്തിനു വേണ്ടിയാണ് ഉയരുന്നത്. ഫോർഡ് കാറുകൾ നിർമ്മിച്ചത് പണക്കാരനാകാൻ വേണ്ടി മാത്രമായിരുന്നില്ല. എല്ലാ സാധാരണക്കാരനും ഒരു കാർ സ്വന്തമാക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. തോമസ് എഡിസന് പണത്തോട് ഭ്രമമുണ്ടായിരുന്നില്ല, ഇരുട്ടിലേക്ക് വെളിച്ചം കൊണ്ടുവരാനായിരുന്നു അദ്ദേഹത്തിന് ഭ്രമം. നിങ്ങളെക്കാൾ വലിയ ഒന്നിനെ സേവിക്കുന്നതിന്റെ ഉപോൽപ്പന്നമാണ് യഥാർത്ഥ സമ്പത്ത്. അപ്പോൾ നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നതെന്താണ്? ആരും കൈയടിച്ചില്ലെങ്കിലും നിങ്ങളെ തടയാനാവാത്ത ശക്തിയാക്കുന്നതെന്താണ്? ആരും കാണാത്തപ്പോൾ പോലും തീവ്രമായ ആവേശത്തോടെ നിങ്ങളെ കിടക്കയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നതെന്താണ്? അതാണ് നിങ്ങളുടെ കോടീശ്വര ഇന്ധനം. അത് കണ്ടെത്തുക, അതിനെ പരിപോഷിപ്പിക്കുക, അതിൽ നിന്ന് ജീവിക്കുക. കാരണം ലക്ഷ്യമില്ലാത്ത അച്ചടക്കം ഒരു ശിക്ഷയാണ്. എന്നാൽ ലക്ഷ്യത്തോടുകൂടിയ അച്ചടക്കം, അതാണ് ഒരു പാരമ്പര്യത്തിന്റെ അടിത്തറ. ഇനി നിങ്ങൾ പ്രവർത്തിക്കുക. നിങ്ങൾ തയ്യാറാകുമ്പോഴല്ല, സൗകര്യമുള്ളപ്പോഴല്ല, ഇപ്പോൾ. കോടീശ്വരന്മാർ നക്ഷത്രങ്ങൾ അനുകൂലമാകാൻ കാത്തിരിക്കുന്നില്ല, അവർ സ്വയം അനുകൂലമാക്കി മുന്നോട്ടു പോകുന്നു. തോമസ് എഡിസൺ ലൈറ്റ് ബൾബ് നിർമ്മിക്കുന്നതിൽ 10,000-ത്തിലധികം തവണ പരാജയപ്പെട്ടു. അദ്ദേഹം അതിനെ പരാജയങ്ങളെന്ന് വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ പരാജയപ്പെട്ടിട്ടില്ല, പ്രവർത്തിക്കാത്ത 10,000 വഴികൾ ഞാൻ കണ്ടെത്തിയെന്ന് മാത്രം. അത് പണമുള്ള ഒരു മനുഷ്യനല്ല, അത് മഹത്വത്തിനായി രൂപകൽപ്പന ചെയ്ത മനസ്സുള്ള ഒരു മനുഷ്യനാണ്. സമ്പന്നമായ ഓരോ മനസ്സിനും ഒരു പൊതു സ്വഭാവമുണ്ട്: നിരന്തരമായ തീവ്രമായ പ്രവർത്തനം. പൂർണ്ണതയല്ല, മടിയല്ല, വിശകലനമല്ല, പ്രവർത്തനം. ആൻഡ്രൂ കാർനെഗി 100-ലധികം കോടീശ്വരന്മാരെ എങ്ങനെ സൃഷ്ടിച്ചുവെന്ന് നിങ്ങൾക്കറിയാമോ? അദ്ദേഹം അവർക്ക് സ്വർണം നൽകിയില്ല, അദ്ദേഹം അവർക്ക് വിശ്വാസം നൽകി മുന്നോട്ടു പോകാൻ ആവശ്യപ്പെട്ടു. നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ ആവശ്യമില്ല, നിങ്ങൾക്ക് കൂടുതൽ പ്രവർത്തനം ആവശ്യമുണ്ട്. നിങ്ങളുടെ ദർശനത്തെ ചലനമാക്കി മാറ്റണം. നിങ്ങളുടെ ഭാവി നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു എന്നതുപോലെ നിങ്ങൾ പ്രവർത്തിക്കണം, കാരണം അതങ്ങനെയാണ്. ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാം: എളുപ്പമുള്ളത് ചെയ്തല്ല നിങ്ങൾ ഉയരുന്നത്, മറ്റുള്ളവർ ചെയ്യാത്തത് ചെയ്യുമ്പോഴാണ് നിങ്ങൾ ഉയരുന്നത്. അതിരാവിലെ എഴുന്നേൽക്കുക, ദിവസവും വായിക്കുക, ഓരോ മണിക്കൂറും ആസൂത്രണം ചെയ്യുക, ശ്രദ്ധ തിരിക്കുന്നവയോട് ഇല്ല എന്ന് പറയുക, തിരസ്കരണങ്ങളെ മറികടക്കുക, ഭയത്തെ നേരിടുക, നിശബ്ദതയിലിരിക്കുക, നിങ്ങളുടെ കഴിവുകൾ പഠിക്കുക, മനസ്സിനെ മൂർച്ച കൂട്ടുക, മഹത്വത്തിനായി സുഖസൗകര്യങ്ങൾ ത്യജിക്കുക. ഇവ കോടീശ്വരന്മാരുടെ ശീലങ്ങളല്ല, ഇവ കോടീശ്വരന്മാരുടെ നിലവാരങ്ങളാണ്. നിലവാരങ്ങൾ യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തുന്നു. നിങ്ങൾ ശരാശരിയെ സഹിച്ചാൽ നിങ്ങൾക്ക് അത് ലഭിക്കും. എന്നാൽ നിങ്ങളിൽ നിന്ന് നിങ്ങൾ മികവ് ആവശ്യപ്പെട്ടാൽ, മിക്കവരും സ്വപ്നം മാത്രം കാണുന്ന ഒരു ജീവിതം നിങ്ങൾ ആകർഷിക്കും. നിങ്ങൾ നിശബ്ദതയിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ലോകം കാണുന്ന ഒരു ദിവസം വരും. എന്നാൽ ആദ്യം നിങ്ങളത് ഇരുട്ടിൽ നേടിയെടുക്കണം. ഒരു കോടീശ്വരന്റെ മനസ്സ് വെളിച്ചത്തിലല്ല നിർമ്മിക്കപ്പെടുന്നത്, അത് സ്വകാര്യമായ അച്ചടക്കത്തിൽ കൊത്തിയെടുക്കപ്പെട്ടതാണ്. ആരും നിങ്ങളെ അഭിനന്ദിക്കാത്ത ആ ഏകാന്തമായ പ്രഭാതങ്ങളിൽ, ലോകം ഉറങ്ങുകയും നിങ്ങൾ പഠിക്കുകയും എഴുതുകയും തയ്യാറെടുക്കുകയും ചെയ്യുന്ന ആ ശാന്തമായ രാത്രികളിൽ, അവിടെയാണ് സമ്പത്ത് ആരംഭിക്കുന്നത്, അവിടെയാണ് ജേതാക്കൾ ജനിക്കുന്നത്. അലക്സാണ്ടർ ഗ്രഹാം ബെൽ ടെലിഫോൺ കണ്ടുപിടിച്ചത് മറ്റുള്ളവരുടെ അംഗീകാരം തേടിയല്ല. അദ്ദേഹം ഭ്രമാത്മകമായ ലേസർ പോലെ കേന്ദ്രീകരിച്ച ചിന്തയിലും ഒരൊറ്റ ലക്ഷ്യത്തിലുള്ള നിശ്ചയദാർഢ്യത്തിലും അദൃശ്യമായത് യാഥാർത്ഥ്യമാകുന്നതുവരെ പിന്മാറില്ലെന്ന വാശിയിലും ജീവിച്ചു. നിങ്ങൾക്കൊരു കോടീശ്വരനാകണോ? എങ്കിൽ ഒരു അനുയായിയെപ്പോലെ ചിന്തിക്കുന്നത് നിർത്തുക. നിങ്ങളുടെ സമയം പാഴാക്കുന്നത് നിർത്തുക. താരതമ്യം ചെയ്യുന്നത് നിർത്തുക. നിങ്ങളുടെ ആത്മാഭിമാനം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നത് നിർത്തുക. ഒരു കോടീശ്വരൻ ചോദിക്കില്ല, അവർ അംഗീകരിക്കുന്നുണ്ടോ? അവർ ചോദിക്കും, ഇത് എന്റെ ദർശനവുമായി യോജിക്കുന്നുണ്ടോ? അതാണ് വ്യത്യാസം. ജനക്കൂട്ടം നിർദ്ദേശം കിട്ടാൻ കാത്തിരിക്കുന്നു. നേതാവ് തീരുമാനിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. സാധാരണക്കാർ വൈകാരികമായി പ്രതികരിക്കുന്നു. കോടീശ്വരൻ തന്ത്രപരമായി പ്രതികരിക്കുന്നു. ഇതാണ് ആന്തരിക യുദ്ധം. നിങ്ങളുടെ ഇപ്പോഴത്തെ പതിപ്പും നിങ്ങളാകേണ്ട പതിപ്പും തമ്മിലുള്ള യുദ്ധം. നിങ്ങൾക്ക് ചെറുത്തുനിൽപ്പ് അനുഭവപ്പെടും, നിങ്ങൾക്ക് ഭയം അനുഭവപ്പെടും. നിങ്ങളുടെ പഴയ നിങ്ങൾ മരിക്കുകയാണെന്ന് അതിലൂടെ മനസ്സിലാക്കാം. കാരണം നിങ്ങളുടെ തലച്ചോറ് നിങ്ങളെ സമ്പന്നനാക്കാൻ രൂപകൽപ്പന ചെയ്തതല്ല, അത് നിങ്ങളെ സുരക്ഷിതനാക്കാൻ, അപകടങ്ങൾ ഒഴിവാക്കാൻ, സൗകര്യങ്ങൾ തേടാൻ, പരിചിതമായതിൽ തുടരാൻ രൂപകൽപ്പന ചെയ്തതാണ്. എന്നാൽ സമ്പത്ത് സൗകര്യങ്ങളിൽ ജീവിക്കുന്നില്ല, അത് ധൈര്യത്തിലാണ് ജീവിക്കുന്നത്, അത് അനിശ്ചിതത്വത്തിലാണ് ജീവിക്കുന്നത്. 99% ആളുകളും തിരിഞ്ഞുപോകുന്നിടത്താണത് ജീവിക്കുന്നത്. നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളെക്കാൾ ഉച്ചത്തിൽ അലറുമ്പോൾ ഇതോർക്കുക: നിങ്ങൾ നിങ്ങളുടെ ചിന്തകളല്ല, നിങ്ങൾ ചിന്തിക്കുന്നയാളാണ്. നിങ്ങൾക്ക് എല്ലാ ദിവസവും പുതിയ ചിന്തകൾ തിരഞ്ഞെടുക്കാം. ആവർത്തനത്തിലൂടെ യാഥാർത്ഥ്യത്തെ മാറ്റിയെഴുതാനുള്ള ശക്തി നിങ്ങൾക്കുണ്ട്. ഓരോ സ്ഥിരീകരണവും, ഓരോ ദൃശ്യവൽക്കരണവും, ഓരോ പ്രവൃത്തിയും, ഇതെല്ലാം പ്രോഗ്രാമിംഗ് ആണ്.
ഒന്നുകിൽ നിങ്ങൾ നിങ്ങളുടെ ഭാവിയെ പ്രോഗ്രാം ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഭൂതകാലം വീണ്ടും ആവർത്തിക്കുന്നു. ഡെയിൽ കാർനെഗി ഒരിക്കൽ പറഞ്ഞു, പ്രവർത്തനമില്ലായ്മ സംശയവും ഭയവുമുണ്ടാക്കുന്നു, പ്രവർത്തനം ആത്മവിശ്വാസവും ധൈര്യവുമുണ്ടാക്കുന്നു. അദ്ദേഹം പറഞ്ഞത് ശരിയായിരുന്നു. ചിന്തിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആത്മവിശ്വാസം നേടാനാവില്ല. പ്രവർത്തിച്ചുകൊണ്ട് നിങ്ങളൊരു പുതിയ വ്യക്തിത്വത്തിലേക്ക് മാറണം. അതിനാൽ ദർശനമെഴുതുക, ദർശനം അനുഭവിക്കുക, ദർശനത്തിൽ ജീവിക്കുക. തുടർന്ന് എല്ലാ ദിവസവും അതിതീവ്രമായ സ്ഥിരതയോടെ അതിലേക്ക് നീങ്ങുക. ഒരു ദിവസം പോലും ഒഴിവില്ല. ജോലി ഒഴിവാക്കരുത്. ശരാശരിയെ സഹിക്കരുത്. കോടീശ്വരന്റെ മനസ്സ് പ്രചോദനത്തിനായി തിരയുന്നില്ല. അത് പ്രതിബദ്ധതയിലാണ് പ്രവർത്തിക്കുന്നത്. തന്നോടുള്ള പ്രതിബദ്ധത, വളർച്ചയോടുള്ള പ്രതിബദ്ധത, അനിഷേധ്യനായി മാറുന്നതിനോടുള്ള പ്രതിബദ്ധത. നിങ്ങൾ മാനസികമായി അജയ്യനാകണം. കാരണം ലോകം നിങ്ങളെ പരീക്ഷിക്കും. ആളുകൾ നിങ്ങളെ സംശയിക്കും. പരാജയം നിങ്ങളുടെ മുഖത്തടിക്കും. എന്നാൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പുള്ളതാണെങ്കിൽ, നിങ്ങളുടെ വിശ്വാസം ഒരുക്കുകൊണ്ടാണെങ്കിൽ, നിങ്ങളുടെ നിലവാരങ്ങൾ ആകാശം മുട്ടെ ഉയർന്നതാണെങ്കിൽ, നിങ്ങളുടേതാണെന്ന് നിങ്ങൾ തീരുമാനിച്ച ഒന്നിനെയും നിങ്ങളിൽ നിന്ന് എടുത്തുമാറ്റാൻ ആർക്കും കഴിയില്ല. അതാണ് ആത്മനിയന്ത്രണം. അങ്ങനെയാണ് കോടീശ്വരന്മാർ ചിന്തയിൽ ജനിച്ച് കാലക്രമേണ വെളിപ്പെടുന്നത്. പുസ്തകങ്ങളിലോ പോഡ്കാസ്റ്റുകളിലോ അവർ ഒരിക്കലും നിങ്ങളോട് പറയാത്തൊരു കാര്യമുണ്ട്. അത് ചെയ്യാൻ നിങ്ങൾക്ക് തോന്നേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അനുവാദം ആവശ്യമില്ല. നിങ്ങൾക്ക് തികഞ്ഞ സാഹചര്യങ്ങൾ ആവശ്യമില്ല. നിങ്ങൾ തുടങ്ങേണ്ടതുണ്ട്. ഉറപ്പില്ലാതെ, കയ്യടിയില്ലാതെ, തെളിവില്ലാതെ നിങ്ങൾ പൂർണ്ണമായി ഇറങ്ങിത്തിരിക്കണം. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ വിധിയെ മാറ്റിയെഴുതട്ടെ. ഓഗ്മാന്റിനോ ഒരിക്കൽ പറഞ്ഞു, വിജയിക്കുന്നതുവരെ ഞാൻ പിടിച്ചു നിൽക്കും. ഞാൻ ശ്രമിക്കുമെന്നല്ല, ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നല്ല, ഞാൻ പിടിച്ചു നിൽക്കും. അതാണ് ഒരു കോടീശ്വരന്റെ ഭാഷ. അത് നിങ്ങളുടേതായി മാറണം. സ്ഥിരോത്സാഹം ഒരു കഴിവല്ല, അതൊരു തീരുമാനമാണ്. അത് ദിവസേനയുള്ളതാണ്. ഇത് എന്റേതാണ്, അത് എന്റെ കൈകളിൽ കിട്ടുന്നതുവരെ ഞാൻ നിർത്തില്ല എന്ന് നിങ്ങൾ പറയുമ്പോഴാണത്. സാധാരണ മനസ്സ് ബുദ്ധിമുട്ടുമ്പോൾ ഉപേക്ഷിക്കുന്നു. കോടീശ്വരന്റെ മനസ്സ് കൂടുതൽ ആഴത്തിൽ കുഴിച്ച് മുന്നോട്ടു പോകുന്നു. കാരണം അതിന് പവിത്രമായൊരു കാര്യം മനസ്സിലാകുന്നുണ്ട്. സ്വപ്നം ക്ഷീണത്തിന്റെ മറുവശത്താണ്. നിധി അവസാനത്തെ വാതിലിന് പിന്നിലാണ്. മിക്കവരും അവിടെ എത്തുന്നില്ല. കാരണം അവർ സ്വർണത്തിൽ നിന്ന് 3 അടി അകലെ വെച്ച് നിർത്തുന്നു. നിർത്തരുത്. നിർത്താൻ ധൈര്യപ്പെടരുത്. നിങ്ങളുടെ മനസ്സ് നിങ്ങൾ ജനിച്ച കോടീശ്വരനെ പ്രതിഫലിപ്പിക്കുന്നതുവരെ. കാരണം സത്യം ഇതാണ്, നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ആകർഷിക്കുന്നില്ല. നിങ്ങൾ എന്താണോ അതാണ് നിങ്ങൾ ആകർഷിക്കുന്നത്. അത് നിങ്ങളുടെ യാഥാർത്ഥ്യമാകുന്നതിനു മുമ്പ് നിങ്ങൾ ചിന്തയിലും വാക്കിലും ഊർജ്ജത്തിലും പെരുമാറ്റത്തിലും വിശ്വാസത്തിലും അതായി മാറണം. സമ്പന്നമായി ചിന്തിക്കുക, സമ്പന്നമായി സംസാരിക്കുക, സമ്പന്നമായി നീങ്ങുക, സമ്പന്നമായി നൽകുക, സമ്പന്നമായി ജീവിക്കുക. പണം ഒരു കണ്ണാടി മാത്രമാണ്. എന്നാൽ മനസ്സച്ചാണ്. അതിനാൽ അതിനെ ശില്പം ചെയ്യുക, രൂപപ്പെടുത്തുക, ഉറപ്പിക്കുക. ലോകം അതിനു മുന്നിൽ വഴങ്ങുന്നത് കാണുക. ഇപ്പോൾ നിങ്ങൾ സാധ്യമെന്ന് കരുതിയ എല്ലാറ്റിന്റെയും അരികിൽ എത്തിയിരിക്കുന്നു. ഇവിടെ ഈ നിമിഷത്തിൽ നിങ്ങൾ ഇതുവരെ അറിഞ്ഞ ജീവിതത്തിനും അവകാശപ്പെടാനായി കാത്തിരിക്കുന്ന ജീവിതത്തിനുമിടയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. സമ്പാദിക്കുകയല്ല, അവകാശപ്പെടുക. കാരണം സമ്പത്ത് കഠിനാധ്വാനം കൊണ്ട് മാത്രം സമ്പാദിക്കുന്ന ഒന്നല്ല. അത് വ്യക്തതയാൽ അവകാശപ്പെടുന്നതും വിശ്വാസത്താൽ ആവശ്യപ്പെടുന്നതും ഇളക്കമില്ലാത്ത പ്രവൃത്തികളാൽ പിൻബലമുള്ളതുമാണ്. ഭാഗ്യം കെട്ടിപ്പടുത്ത ഓരോ മഹാനും ഇതറിയാമായിരുന്നു. സ്വർണം പ്രത്യക്ഷപ്പെടുന്നതിനു മുമ്പ്, ബിസിനസ് വളരുന്നതിനു മുമ്പ്, നിക്ഷേപകർ അതെ എന്ന് പറയുന്നതിനു മുമ്പ് അവർ ഇതിനകം ഒരു തീരുമാനമെടുത്തിരുന്നു. പ്രപഞ്ചത്തിന് പോലും പ്രതികരിക്കുകയല്ലാതെ മറ്റു മാർഗമില്ലാത്തത്ര ഉച്ചത്തിലുള്ള ഉറച്ച ഒരു തീരുമാനം. വാലസ് ഡി വാറ്റിൽസ് അതിനെ ഒരു പ്രത്യേക രീതിയിൽ ചിന്തിക്കുക എന്ന് വിളിച്ചു. അദ്ദേഹം ഉദ്ദേശിച്ചത് വെറും ആഗ്രഹങ്ങളല്ല, മറിച്ച് നിങ്ങൾ കാരണമാണെന്നും ഫലമല്ലെന്നും, നിങ്ങളുടെ ചിന്തകൾ പദാർത്ഥങ്ങളെ സൃഷ്ടിക്കുന്നുവെന്നും, നിങ്ങളുടെ ആന്തരിക ലോകം ബാഹ്യലോകത്തെ പുനർനിർമ്മിക്കുന്നുവെന്നും അചഞ്ചലമായ ഉറപ്പോടെ അറിയുന്നതിനെയാണ്. എന്നാൽ കാറ്റിലെ ഒരു നാളം പോലെ നിങ്ങൾ ആ അറിവിനെ സംരക്ഷിക്കണം. കാരണം നിങ്ങൾ ഉയർന്നു തുടങ്ങുന്ന നിമിഷം ലോകം നിങ്ങളെ പിന്നോട്ട് വലിക്കാൻ ശ്രമിക്കും. അവർ പറയും, യാഥാർത്ഥ്യബോധത്തോടെ പെരുമാറൂ, ഒരുപാട് പ്രതീക്ഷിക്കരുത്, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്. എന്നാൽ അവ സത്യങ്ങളല്ല. അവ നിങ്ങളെ ചെറുതാക്കി നിർത്താനും നിങ്ങളുടെ ജന്മാവകാശത്തെ കവർന്നെടുക്കാനും മഹത്വം മറ്റുള്ളവർക്കുള്ളതാണെന്നും നിങ്ങൾക്കുള്ളതല്ലെന്നും നിങ്ങളെ ബോധ്യപ്പെടുത്താനുമുള്ള കെണികളാണ്. ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നു, അതൊരു നുണയാണ്. നിങ്ങൾ ശരാശരിക്ക് വേണ്ടി ജനിച്ചവനല്ല. ഈ ഭൂമിയിൽ നിങ്ങൾ ജീവിച്ചു പോകാൻ വേണ്ടി വന്നവനല്ല. ഒഴുകി നടക്കാൻ വേണ്ടി രൂപകൽപ്പന ചെയ്തവനല്ല. നിങ്ങൾ ആധിപത്യം സ്ഥാപിക്കാനും വികസിപ്പിക്കാനും നിങ്ങളുടെ കഴിവുകളെ വർദ്ധിപ്പിക്കാനും ചെറിയ മനസ്സുകളെ അസ്വസ്ഥമാക്കുന്നത്ര ധീരമായ ചിന്തകൾ ചിന്തിക്കാനും രൂപകൽപ്പന ചെയ്യപ്പെട്ടവനാണ്. അതാണ് ഒരു കോടീശ്വരനെപ്പോലെ ചിന്തിക്കുക എന്നതിനർത്ഥം. അത് അത്യാഗ്രഹത്തെക്കുറിച്ചല്ല, അത് പദവിയെക്കുറിച്ചല്ല, അത് ഉത്തരവാദിത്തത്തെക്കുറിച്ചാണ്. നിങ്ങൾ കൈയാളുന്ന ശക്തിക്ക് നിങ്ങൾ ഉത്തരവാദിയാണ്. നിങ്ങളുടെ ദർശനത്തിന് നിങ്ങൾ ഉത്തരവാദിയാണ്. നിങ്ങളുടെ ആത്മാവ് നിങ്ങൾ എന്താണെന്ന് ഇതിനകം അറിയുന്നുവോ അതായിത്തീരാൻ നിങ്ങൾ ഉത്തരവാദിയാണ്. അതിന് തീവ്രതയും ബോധ്യവും നെഞ്ചിൽ ഒരു തീയും ആവശ്യമാണ്.
ഞാൻ ഒന്നുകിൽ വിജയിക്കും അല്ലെങ്കിൽ ശ്രമിച്ചു മരിക്കും, പക്ഷെ ഞാൻ പഴയതുപോലെ ജീവിക്കാൻ ഒരിക്കലും മടങ്ങിപ്പോകില്ല എന്ന് പറയുന്നത്. അതാണ് ടെസ്ലയുടെയും ഡിസ്നിയുടെയും നൈറ്റിംഗേലിന്റെയും ലോകത്തെ തങ്ങളുടെ ദർശനത്തിലേക്ക് വളച്ച ഓരോ മനസ്സിന്റെയും ചിന്താഗതി. അതാകണം നിങ്ങളുടെ ചിന്താഗതി. നിങ്ങൾക്കൊരു കോടീശ്വരനാകണോ? എങ്കിൽ ഒരാളെപ്പോലെ നടക്കാൻ തുടങ്ങുക, സംസാരിക്കാൻ തുടങ്ങുക, പഠിക്കാൻ തുടങ്ങുക, നൽകാൻ തുടങ്ങുക, സൃഷ്ടിക്കാൻ തുടങ്ങുക, നീങ്ങാൻ തുടങ്ങുക. എന്നെങ്കിലും ഒരു ദിവസമല്ല. നിങ്ങൾ പറയുന്ന ഓരോ വാക്കും നിങ്ങളുടെ ഭാവിയിലെ നിങ്ങൾ നിൽക്കുന്ന ഇടത്തുനിന്ന് സംസാരിക്കുക. നിങ്ങളെടുക്കുന്ന ഓരോ തീരുമാനത്തിലും സ്വയം ചോദിക്കുക, ഇതിനകം വിജയിച്ച എന്റെ പതിപ്പുമായി ഇത് യോജിക്കുന്നുണ്ടോ? കാരണം അവൻ അല്ലെങ്കിൽ അവൾ നിങ്ങളെ നോക്കുന്നുണ്ട്. നിങ്ങളുടെ ഭാവിയിലെ നിങ്ങൾ നിങ്ങളുടെ ഓരോ നീക്കവും കാണുന്നു, നിശബ്ദമായി ചോദിക്കുന്നു, അവർ ഉയരുമോ അതോ പിന്മാറുമോ? ഇതാ രഹസ്യം. നിങ്ങളുടെ ആ ഭാവിയിലെ പതിപ്പ് ഭാവിയിലല്ല ജീവിക്കുന്നത്. അവർ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിലുണ്ട്. ബഹളത്തിനും നുണകൾക്കും ഭയത്തിനും അടിയിൽ കുഴിച്ചിടപ്പെട്ട് കിടക്കുന്നു. നിങ്ങൾ അവരെ കണ്ടെത്തേണ്ടതില്ല. നിങ്ങൾ അവരെ അഴിച്ചുവിടണം. ചിലപ്പോൾ എന്ന് പറയുന്ന വ്യക്തിത്വത്തെ ഉപേക്ഷിക്കുക. സംശയിക്കുന്ന നിങ്ങളുടെ പതിപ്പിനെ ഉപേക്ഷിക്കുക. ആ ചെറിയ ശബ്ദത്തെ കൊല്ലുക. അതിനെ പട്ടിണിക്കിടുക. ധീരമായ പ്രവർത്തനത്തിലൂടെ, പുതിയ ചിന്തകളിലൂടെ, നിങ്ങളുടെ കംഫർട്ട് സോണിനെ ഭയപ്പെടുത്തുന്നത്ര തീവ്രമായ നിശ്ചയദാർഢ്യത്തിലൂടെ അതിനെ പട്ടിണിക്കിടുക. കാരണം സമയം പോയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളിവിടെ എന്നേക്കുമില്ല. ഒരു ദിവസം നിങ്ങളുടെ പേര് അവസാനമായി ഉച്ചരിക്കപ്പെടും. നിങ്ങളുടെ കഥ അവസാനിക്കും. അവശേഷിക്കുന്ന ഒരേയൊരു ചോദ്യം ഇതായിരിക്കും: നിങ്ങൾ ഉയർന്നോ? നിങ്ങൾ ലക്ഷ്യബോധത്തോടെ ജീവിച്ചോ? നിങ്ങൾ ആകേണ്ടതെല്ലാം ആകാൻ നിങ്ങളുടെ കയ്യിലുള്ളതെല്ലാം നിങ്ങൾ നൽകിയോ? ലോകത്തിന് ഭയത്തിന്റെ കൂടുതൽ ജോലിക്കാരെ ആവശ്യമില്ല. അതിന് ദർശനത്തിന്റെ യോദ്ധാക്കളെയും വിധിയുടെ സ്രഷ്ടാക്കളെയും സമൃദ്ധിയുടെ ശില്പികളെയുമാണ് ആവശ്യം. അതിനാൽ തീരുമാനമെടുക്കുക. ഇപ്പോൾ തന്നെ എടുക്കുക. ഒരു കോടീശ്വരനെപ്പോലെ ചിന്തിക്കാൻ, ഒരു നേതാവിനെപ്പോലെ വിശ്വസിക്കാൻ, ഭാവി ഇതിനകം നിങ്ങളുടേതാണെന്ന മട്ടിൽ പ്രവർത്തിക്കാൻ. ശരാശരിയിലേക്കുള്ള പാലം കത്തിക്കുക. ബാക്കപ്പ് പ്ലാൻ തീയിടുക. നിങ്ങളുടെ നെഞ്ചുവിരിച്ച് പ്രഖ്യാപിക്കുക, ഞാൻ ഇതിനകം മനസ്സുകൊണ്ട് സമ്പന്നനാണ്. എന്റെ യാഥാർത്ഥ്യം അതിനൊപ്പം എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അതങ്ങനെയാണ്. ഈ ദിവസം മുതൽ നിങ്ങൾ ചിന്തിക്കുന്ന ഓരോ ചിന്തയും ഒന്നുകിൽ നിങ്ങളുടെ സാമ്രാജ്യം കെട്ടിപ്പടുക്കുകയാണ്, അല്ലെങ്കിൽ അത് കത്തിക്കുകയാണ്. അതിനാൽ വിവേകത്തോടെ തിരഞ്ഞെടുക്കുക, ധൈര്യത്തോടെ ജീവിക്കുക. ഒരിക്കലും മറക്കരുത്, ഈ ലോകത്തിലെ സമ്പത്ത് നിങ്ങൾ കാണുന്നതിലല്ല കണ്ടെത്തുന്നത്. അത് നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നതിൽ മറഞ്ഞിരിക്കുന്നു. ഒരു കോടീശ്വരനെപ്പോലെ ചിന്തിക്കുക. ലോകം നിങ്ങളുടെ ദർശനത്തിനു മുന്നിൽ മുട്ടുകുത്തും. കാരണം അത് എല്ലായ്പ്പോഴും അങ്ങനെയായിരുന്നു, ഇനിയും അങ്ങനെയായിരിക്കും.